നമസ്തേ. അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടുമെന്നാണ് തിരുവചനം. എങ്കിലും നാം എത്രയധികം വ്യർത്ഥഭാഷണങ്ങളിലാണ് ഏർപ്പെടുക. വിവേചന ബുദ്ധിയില്ലാതെ സംസാരിക്കുമ്പോൾ മശിഹ ശീമോനെ വിളിക്കുന്നത് സാത്താൻ എന്നാണ്. ദൈവഹിതാനുസരണമുള്ള സഹനമരണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് പത്രോസ് വിവേകശൂന്യമായി പ്രതികരിക്കുന്നത്. സാത്താനെ, എന്നെ വിട്ടു പോവുക, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ശരിക്കും ക്രിസ്തു പറയുന്നത് ചിന്താരീതിയിലുണ്ടാവേണ്ട പരിവർത്തനത്തെക്കുറിച്ചാണ്. ദൈവമേ, എന്റെ ഓരോ വെറും വാക്കിലും സാത്താൻ എന്ന പേര് ഞാൻ സ്വന്തമാക്കുകയാണോ? എന്റെ വായിൽ നിന്ന് വീഴുന്ന വീൺവാക്കുകളും അസത്യങ്ങളും പരനിന്ദകളും കുറ്റാരോപണങ്ങളും ആത്മാർത്ഥതയില്ലാത്ത വിമർശനങ്ങളും മുൻവിധികളുമൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു. ആകൽക്കരസ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. മാലിന്യങ്ങളെ ഭുജിക്കുന്നവൻ, ചവയ്ക്കുന്നവൻ എന്നൊക്കെയാണ്. പിശാച് എന്ന പദത്തിന്റെ അർത്ഥം കൂടി അറിയണം. പിശിതം മശ്നന്തി ഇതി പിശാച് എന്നാണ്. പിശിതം തിന്നുന്നവൻ പിശാച്. പിശിതമെന്നാൽ മാംസം. ഇവയോട് ചേർത്ത് വായിക്കാൻ ഒരു കഥയുണ്ട് മരുഭൂമിയിൽ നിന്ന്. വലിയ നോമ്പ് കാലത്ത് ഒരു ശിഷ്യൻ ഗുരുവിന്റെ സമീപം വന്ന് ചോദിക്കുന്നു, ഗുരുവേ, ഈ നോമ്പിന്റെ കാലം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു വാക്ക് നൽകണം. അബ്ബായുടെ മറുപടി ഇങ്ങനെയാണ്: അപവാദം പറഞ്ഞ് സഹോദരന്മാരുടെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പിൽ മാംസം ഭക്ഷിക്കുന്നതാണ്. ദൂഷണങ്ങൾ നിറഞ്ഞ വായ മാംസമാണ് ചവയ്ക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പുളിപ്പുണ്ടാവും. പരീശന്മാരുടെ വാക്കുകൾക്കുണ്ടായിരുന്ന ദുർഗന്ധമുണ്ടാവും. സുഹൃത്തേ, എത്രയധികം സൂക്ഷ്മമായി ജീവിച്ചാലാണ് ക്രിസ്തീയമായി ചിന്തിക്കാനാവുക? നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയവും മശിഹായോടൊപ്പമാകുന്ന അതിനെയാണ് ആരാധനയെന്ന് വിളിക്കുക. ബുദ്ധിയുള്ള ആരാധനയാവാൻ ലോകാനുരൂപരാകാതെ ദൈവഹൃദയം തിരിച്ചറിയുന്ന വിധം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് അപ്പസ്തോലിക പ്രബോധനം. തിരുവചനം ഇങ്ങനെയാണല്ലോ: ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കോപത്തെ അടക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ നിങ്ങളിലേക്ക് ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആദരവോടെ, സഖേർ.